രാഗി രാഗി അമ്പലത്തിൽ പോയതാ? കണ്ടിട്ട് എന്ത് തോന്നണം? എന്ത് തോന്ന? ഞാൻ വെറുതെ. പിന്നെ വെറുതെ എന്തിനാ ഓരോ ചോദ്യങ്ങള്? ചോദിക്കാതെ കാര്യം നടക്കുമോ? ചോദിക്കാതെ നടക്കുന്ന കാര്യങ്ങളും ഉണ്ടല്ലോ. രാഖിയുടെ അഭിപ്രായത്തില് ചോദിക്കാതെ നടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കേക്കട്ടെ. അതിപ്പോ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ച് സമയം കളയേണ്ട പെണ്ണെ. എന്തും നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലേ നടക്കൂ. എന്നും സൂര്യൻ ഉദിക്കുന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണോ? മഞ്ഞും മഴയും വെയിലും ഒക്കെ നമ്മൾ ചോദിക്കും പോലെയാണ് കിട്ടുന്നേ. പറഞ്ഞു ജയിക്കാൻ വേണ്ടി മഞ്ഞിനെയും മഴേനെയും എന്തിനാ കൂട്ടുപിടിക്കുന്നേ? മനുഷ്യരുടെ കാര്യങ്ങളിലേക്ക് വാ. ഇപ്പൊ എന്നെ കണ്ടപ്പോ ചന്ദ്ര സൈക്കിൾ നിർത്തിയ ഞാൻ പറഞ്ഞിട്ടാണോ? അല്ല. പിന്നെ നമ്മൾ പരിചയക്കാരല്ലേ, അതുകൊണ്ട് നിർത്തിയതാ. ആ, അപ്പൊ നമ്മൾ ചോദിക്കാൻ തന്നെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് സമ്മതിച്ചേ? സമ്മതിച്ചു. അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്നെ ഈ സൈക്കിളിൽ ഒന്ന് കയറ്റും. അതിനെന്താ, കേറിക്കോ. രാജിക്ക് സൈക്കിൾ ചവിട്ടറിയില്ലേ? എന്നെ ആരാ അതൊക്കെ പഠിപ്പിക്കുന്നേ? പഠിക്കണമെന്നുണ്ടോ? പിന്നില്ലേ. എന്നാ ഞാൻ പഠിപ്പിച്ചുതരാം. താങ്ക് യു ചന്ദ്രു. ഇപ്രാവശ്യം കോളേജ് തുറന്നിരുമ്പോ എനിക്കൊന്ന് ഷൈൻ ചെയ്യണം. എന്നെ പഠിപ്പിക്കണേ. തീർച്ചയായും. എന്താണ് ചന്ദ്രു? എന്റെ ആശാന, നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. ഏതാടാ ആ പെണ്ണ്? അവിടുത്തെ ഇളയ കൊച്ച. അങ്ങനെ കൊച്ചൊന്നുമല്ല. അതിരിക്കട്ടെ, നീ ചായക്കട തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ? നീ വണ്ടി പണിക്കില്ലേ? തീരുമാനിച്ചിട്ടില്ല. എടാ, ആശാനും ശിഷ്യനും ഒക്കെ ആകുമ്പോ തല്ലിന്ന് കൊട്ടിന്ന് ഒക്കെ ഇരിക്കും. അങ്ങനെ വഴക്കിട്ട് പോവാൻ നോക്കിയാ അതിന് നേരം കാണും. നോക്കിയേ, നിനക്ക് പകരം ഞാൻ ഇതുവരെ ഒരു ക്ലിയർ എടുത്തിട്ടില്ല. നിന്നെ ഹെവി ഡ്രൈവറാക്കി ലോറി നിന്നെ ഏൽപ്പിക്കണമെന്നാ ഞാൻ വിചാരിച്ചേക്കണേ. അവള് നിനക്ക് എന്തെങ്കിലും കൂലി തരുവോടാ? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും ഉണ്ടാവില്ല. നീ അതൊക്കെ വിട്ട് എന്റെ കൂടെ പോര്. നിന്നോട് എനിക്കിപ്പോഴും സ്നേഹക്കുറവൊന്നുമില്ല കേട്ടോ. നടക്കു മക്കളെ, ശരീരം ചീത്തയാക്കാതെ നടക്കും. അയ്യോ, എന്തിനാ ഇതിനെ മാത്രമാക്കിയത്? ആ വലിയ മൂരയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ഈ സാധനത്തിനും ചുമന്നുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ മാറ്റിനെയും കണ്ടിട്ട് പോരായിരുന്നു. മാറ്റിനി കാണുന്നതിനെന്താ, നീ നമുക്ക് എവിടെയെങ്കിലും കെട്ടിയിടാ. എവിടെ? സിനിമാ കോട്ടയ്ക്കകത്തോ? അല്ല, പുറത്തെവിടെയെങ്കിലും കെട്ടിട്ട സ്ഥലം ഉണ്ടാവൂലേ? ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. തൽക്കാലം ഈ കയർ സ്വന്തം കഴുത്തിലോട്ട് കെട്ടിക്കും. പതുക്കെ പതുക്കെ ബ്രേക്ക് പിടിച്ചു. പതുക്കെ 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 പോ മോളെ, പതുക്കെ പറഞ്ഞ കേക്ക്. പേടിക്കണ്ട മോളെ. എങ്ങോട്ടാ മൂന്നാളും കൂടി? ഇവളെ ഒന്ന് ഡാക്ടറെ കാണിക്കാൻ. ഇവള് വലിയ പ്രശ്നക്കാരിയാ. ഞങ്ങള് ചിലപ്പോ മാറ്റിനെയും കണ്ടിട്ടേ വരൂ. വരട്ടെ. അതെ, എന്താ? എന്ത് വേണം? വണ്ടിയിലിടുന്ന പൂമാല വാങ്ങിച്ചില്ല. അതിന് ചേച്ചി ഇവിടെ ഇല്ല. അനിയത്തി തന്നാലും കുഴപ്പമില്ല. എന്ത് പൂമാലേ? അതിങ്ങി എടുത്തു തന്നാ ഞാൻ പോയേക്കാം. എനിക്കറിയില്ല മാലയും വിള എവിടെയാണെന്ന്. മോള് ദേഷ്യപ്പെടല്ലേ, എനിക്ക് ഗൂഡല്ലൂർക്ക് ഓട്ടമുള്ളതാ. ഈശ്വരന്റെ മുന്നിൽ മാല ചാർത്താതെ എങ്ങനെയാ വണ്ടി എടുക്കണേ? ഒന്ന് എടുത്തതാ മോളെ, അകത്ത് കാണും. ഇതൊരു ശല്യായല്ലോ.
ചെയ്യണമെങ്കിൽ വെട്ടി കീറി ഞാൻ. പോകാൻ പോകാൻ പറഞ്ഞേ. ഇങ്ങനെ ഒരു അന്തമില്ലാതെ നോക്കിയിരുന്ന പിന്നെ എങ്ങനെ ആരെങ്കിലും വന്നാ അറിയുന്നേ?